ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. മൈ നെയിം ഇസ് ജയജോൺസൺ സി. എല്ലാവർക്കും സന്തോഷമാണ് വിചാരിക്കുന്നു, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എത്രയും പെട്ടെന്ന് കിടക്കാം. നമ്മൾ പലപ്പോഴും, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടിക്കാലങ്ങളിൽ, നമ്മളൊരു ഫേസ് ചെയ്തൊരു ചിലപ്പോൾ ഒരു ഭയം, ഒരു വിഷമമായിരിക്കും. ഒരാൾ നമ്മൾ പറയും, നീ നന്നാവില്ല, നിനക്ക് അങ്ങനെ വരൂ, അല്ലെങ്കിൽ നീ 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 വേസ്റ്റാണ്, അല്ലെങ്കിൽ നീ പാഴാണ്, അങ്ങനെയൊക്കെ പലതും പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും, ഓ ശരിയാണ്, അത് നമ്മുടെ കോൺഫിഡൻസിൽ വളരെയധികം അത് ബാധിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം എൻ്റെ ഈ വീഡിയോ കാണുന്ന ഞാനടക്കമുള്ള എൻ്റെ സുഹൃത്ത് വലയങ്ങളിലുള്ള പല ആൾക്കാരും, അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആരുമായിക്കൊള്ളട്ടെ, ചിലപ്പോൾ അവർ ആ ഒരു വഴിയിൽ കൂടി കടന്നു പോയിട്ടുണ്ടെങ്കിൽ അവർക്കിത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മളായിട്ട് യാതൊരു ബന്ധമില്ലാത്ത വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ നമ്മളായിട്ട് ചിലപ്പോൾ ബന്ധമുള്ള ആൾക്കാരുമായിരിക്കാം. നമ്മളോട് പറയും, നീ അങ്ങനെയാണ്, അത് നിന്നെ കൊണ്ട് സാധിക്കില്ല, അല്ലെങ്കിൽ നീ വളരെയധികം നമ്മളെ മനസ്സിനെ, ഹൃദയത്തിന് അതൊരു ഉണക്കാത്ത മുറിവായിട്ട് ചിലപ്പോൾ കിടക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ഫേസ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു വഴി കൂടി കടന്നുപോയ എൻ്റെ സുഹൃത്തുക്കളോടാണ് എനിക്ക് ഈ വീഡിയോ പറയാനുള്ളത്. നമ്മളെ നിയന്ത്രിക്കുന്നത് അവരോ അല്ലെങ്കിൽ നമ്മുടെ ഗുരുബുധന്മാരോ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാക്കിയ ആൾക്കാരോ ആരുമല്ല. നമുക്ക് ഈ ഭൂമിയിൽ ഒരു ജീവിതം അല്ലെങ്കിൽ ഒരു ജീവൻ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആ ജീവൻ തന്ന വ്യക്തിക്കാണ്. അതായത് നമ്മളെല്ലാം വിശ്വസിക്കുന്ന നമ്മുടെ ഒരു അദൃശ്യമായ ശക്തി നമ്മുടെ ചുറ്റും എപ്പോഴും ഉണ്ട്. നമ്മൾ പല സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ അറിയാതെ തന്നെ നമ്മൾ പിന്തുടരുന്ന ഒരു വലിയ ഒരു ശക്തി നമ്മളുണ്ട്. അത് പല മതവിഭാഗക്കാർക്ക് അവരുടേതായ പല കാഴ്ചപ്പാടുകളുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും അതിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ പുറമെ നിന്ന് ആ പറയുന്ന വ്യക്തി നമ്മളെപ്പോലെ ഒരു മനുഷ്യനാണ്, അല്ലെങ്കിൽ ഒരു ജീവനാണ്, ഇന്നല്ലെങ്കിൽ നാളെ ഈ ഭൂമി നിന്ന് കടന്നു പോകേണ്ട ഒരാളായിരിക്കും. നമ്മൾ ആ ഒരു ചെയ്ത് ചിന്തിക്കാതെ നമ്മൾ അതിനെ ഡീപ്പായി നമ്മൾ ഹൃദയത്തിലൊരു മുറിവാക്കി മാറ്റിക്കൊണ്ട് നമ്മളെപ്പോഴും പല അങ്ങനത്തെ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അതിന് വീണ്ടും റിഗ്രറ്റ് ചെയ്തുകൊണ്ട് നമ്മളതിൽ മുഴുകുന്നുണ്ട്. നമ്മളതിൻ്റെ ആവശ്യമില്ല. മറ്റുള്ള വ്യക്തിക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു ഇടപെടലുള്ള ഒരു സാഹചര്യം നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ആർക്കും എന്ത് വേണമെങ്കിലും പറയാം, അവർ പറഞ്ഞോട്ടെ, അത് വഴിക്ക് പോയിക്കോട്ടെ. ഒരു പുഴ ഒഴുകുന്നത് പോലെ ആ ഒരു കാര്യം ഒഴുകി പോകട്ടെ. നമ്മൾ അതിനെ ഒരു ഡാമായി നിർത്തി, കെട്ടി നിർത്തി അതിൽ ശേഖരിക്കേണ്ട ആവശ്യം ഒന്നുമേ ഇല്ല. എൻ്റെ വീഡിയോ കാണുന്ന വ്യക്തികൾക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാട് അത് എളുപ്പമല്ല, പക്ഷെ അത് സ്വായത്തമാക്കാൻ നമുക്ക് നിരന്തരമായ പരിശ്രമം നടക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ വലിയ ആൾക്കാരുടെ തലത്തിലേക്ക് നമ്മൾ മാറാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യും. നമ്മൾ ഒരിക്കലും ഒരു സ്ഥലത്ത് നിന്ന് ഒരു കുളത്തിൽ നിന്ന് ചുറ്റുപറ്റി നിൽക്കാതെ വലിയ സമുദ്രത്തിലേക്ക് മാറാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സാധിക്കുന്ന വലിയ ആശംസിക്കുന്നു.